ഇനി നമുക്കൊരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. നമുക്ക് മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് മുട്ടയിലോട്ട് ഒരു നുള്ളു കുരുമുളക് പൊടി, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇപ്പോൾ മുട്ടയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ചിക്കന് മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇളക്കി വെച്ചതാണ്. ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം. ചിക്കനൊക്കെ ഇവിടെ റെഡിയാക്കി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പ് വെച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 4 വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഒരു ക്യാരറ്റ് അരിഞ്ഞതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ വാടിക്കഴിഞ്ഞ ശേഷം നമുക്ക് 1 സ്പൂൺ സോയാ സോസും 1 സ്പൂൺ ഗാർലിക് ചില്ലി സോസും 1 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ചോറാണ്. ഞാൻ ചോറ് തലേ ദിവസമേ റെഡിയാക്കി തണുക്കാൻ വെച്ചിരുന്നതാണ്. ഇനി ചോറിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. ചോറ് ഉപ്പിട്ട് വേവിച്ചതാണ്. ഉപ്പില്ലെങ്കിൽ നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചോറൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഈ ചോറ് നല്ലപോലെ തണുത്തതിന് ശേഷം എടുക്കണം. നല്ല ടേസ്റ്റാണ്. അടച്ച് വയ്ക്കരുത്. അടച്ച് വെച്ചാൽ ആവി അതിലോട്ട് വീഴും. വെള്ളം വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാകും. കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ചോറാണിത്. ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക.